പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫർണിച്ചറും എക്സ്പെൻസസും എങ്ങനെയാണ് GST ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഏതൊക്കെ അസറ്റിനാണ് ഏതൊക്കെ എക്സ്പെൻസിനാണ് GST അപ്ലിക്കബിൾ ആവുക, അല്ലാത്തത് ഏതാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ടാലിയിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഫർണിച്ചർ, അതിൻ്റെ ജേണൽ എൻട്രി ഞാൻ പറഞ്ഞു. ഫർണിച്ചർ വന്നു, ക്യാഷ് പോയി. അതായത് അസറ്റ് വരികയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റും, അസറ്റ് കുറയുമ്പോൾ ക്യാഷ് പോയി ക്രെഡിറ്റും. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ഇത് നമുക്കൊരു ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനമാണ്. അതായത് ഫർണിച്ചർ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പേയ്മെൻറ്റ് വൗച്ചറിൽ എങ്ങനെ GST ഉപയോഗിച്ച് എൻ്റർ ചെയ്യാമെന്നും പറയാം. പിന്നെ പർച്ചേസ് വൗച്ചറിലും ഇത് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോർമൽ ചെയ്യുന്ന പോലെ തന്നെ സിംഗിൾ എൻട്രി മോഡിൽ ചെയ്യാം. ഓക്കെ, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ആക്കിയതാണ്, അത് വീണ്ടും ചേഞ്ച് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ എൻട്രി മോഡിൽ ക്യാഷ് പോയതാണ്. പേയ്മെൻറ്റിൽ എപ്പോഴും ഓട്ടോമാറ്റിക് വരുന്ന അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് നമ്മൾ ക്രെഡിറ്റിൽ ക്യാഷ് അടിച്ചു. ഇനി നെക്സ്റ്റ് നമുക്ക് ഫർണിച്ചറാണ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ GST ക്ലെയിം ചെയ്യണ എല്ലാത്തിനും ബില്ലുണ്ടായിരിക്കണം. അതുപോലെ ബിൽ നമ്പർ ഉണ്ടാവും, ആ കമ്പനിയുടെ പേരും മസ്റ്റായിട്ടുണ്ടാവും. നമ്മളത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബില്ല് കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിത് ഏത് കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് മെൻഷൻ ചെയ്യണം. ഞാനിപ്പോൾ തൽക്കാലം ഇത് ABC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഈ ഫർണിച്ചർ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ABC കമ്പനിയും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു Alt C അടിച്ചിട്ട് ABC കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ പേയ്മെൻറ്റ് സപ്ലയർ ആണ്, പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇത് എൻ്റർ ചെയ്യുക. സൺട്രി ക്രെഡിറ്റേഴ്സ് അണ്ടർ സെലക്ട് ചെയ്തിട്ട് നമ്മളിത് സേവ് ചെയ്യാം. ഓക്കെ, എൻ്റർ അടിക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇതിനു മുന്നേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിവിടെ ടാക്സ് GST എനേബിൾ ചെയ്യാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് F11 ഫീച്ചേഴ്സിൽ പോയിട്ട് F3 സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത് F3 അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ GST എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് എനേബിൾ GST S കൊടുക്കുക, സെറ്റ് ഓൾട്ടർ GST S കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേജ് വരും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത്, ഇതെൻ്റെ മുന്നത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന്. ഇതിലൊന്നുമില്ല, നമ്മുടെ GST നമ്പർ കൊടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക് വരും. പിന്നെ നമ്മൾ GST സബ്മിറ്റ് ചെയ്യേണ്ടത് മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, ക്വാർട്ടർലി കൊടുക്കുക. പിന്നെ മുകളിൽ നമ്മൾ റെഗുലർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് വരും. നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക. ഈ പേജും നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ GST എനേബിൾ ആയി നമ്മുടെ കമ്പനിയിൽ. ഇനി നമുക്ക് GST പോസ്റ്റിംഗ്, ഇത് എനേബിൾ ആക്കിയാൽ മാത്രമേ നമുക്ക് GST പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫർണിച്ചർ ക്യാഷ്. അപ്പോൾ ക്യാഷാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഈ ക്യാഷ് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ ആ ലെഡ്ജറിൽ അതിൻ്റെ പാർട്ടി ഡീറ്റെയിൽസ് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. GST പോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ പാർട്ടി ഡീറ്റെയിൽസ് വരുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ F12 അടിക്കുക. അതിൻ്റെ ഓപ്ഷൻ എസ് ആക്കി കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ പാർട്ടി ഡീറ്റെയിൽ F12 വീണ്ടും ഒരു F12 അടിക്കുക. ഇവിടെ മോർ ഡീറ്റെയിൽസിന് F12 അടിക്കാൻ കാണാം. അപ്പോൾ ഒരു F12 കൂടി അടിച്ചിട്ട് നിങ്ങൾക്കിവിടെ ഷോ പാർട്ടി ഡീറ്റെയിൽസ് ഫോർ GST എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ എസ് ആക്കി കൊടുക്കണം. ഓക്കെ, അത് എസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടി ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇതും നിങ്ങൾ കൺട്രോൾ A അടിച്ച് സേവ് ചെയ്യുക, അല്ലെങ്കിൽ Enter സേവ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പാർട്ടി ഡീറ്റെയിൽസ് വരും, പാർട്ടി നെയിം. ഇവിടെ പാർട്ടി നെയിം ലെഡ്ജറിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് Alt+M പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പാർട്ടി നെയിം ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ Alt+M പ്രസ് ചെയ്തു. അപ്പോൾ അവിടെ പാർട്ടി നെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. എല്ലാ ലെഡ്ജറും വരും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ലെഡ്ജറും. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുക, ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് ബാക്ക് പോയിട്ട് അതിന് മുമ്പ് നമ്മൾക്ക് ഈ പാർട്ടി ഡീറ്റെയിൽസിൽ നമ്മൾ GST സെറ്റ് ചെയ്ത് കൊടുത്തില്ല. നമ്മൾ GST ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആൾട്ടർ ചെയ്തിട്ട് ABC കമ്പനി ആൾട്ടർ ചെയ്തിട്ട് നമുക്കിവിടെ GST അപ്ലിക്കബിൾ ആയി കൊടുക്കണം. അതായത് GSTൻ്റെ ഡീറ്റെയിൽസ് സെറ്റ് ആൾട്ടർ GST എന്നുള്ള അത് എസ് ആക്കി കൊടുക്കണം. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ ആണ് എസ്, ഇത് എസ് ആക്കി കൊടുക്കുക. ഓക്കെ, എസ് ആക്കി കൊടുത്തിട്ട് ഇവിടെ റെഗുലർ തന്നെ. പിന്നെ ജസ്റ്റ് എൻ്റർ അടിക്കുക. GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ, അവരുടെ ആ പാർട്ടിയുടെ GST നമ്പർ അടിച്ചിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇത് നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി. അവിടെ GST നമ്പർ അടിക്കുക, സേവ് ചെയ്യുക. ഇത് നമ്മൾ ഏത് പാർട്ടിയും GSTയുടെ പാർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഫസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഞാനത് എഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും വൗച്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ പേയ്മെൻറ്റ് വൗച്ചേഴ്സിൽ വീണ്ടും നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. 2 സെപ്റ്റംബർ കൊടുക്കാം. ക്യാഷ് കൊടുക്കുന്നു. ഇനി പാർട്ടി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വരും. ഇവിടെ നമ്മൾ വീണ്ടും Alt+M അടിക്കുന്നു. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ABC സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കണം, കേരള ആണ്. എന്നാൽ മാത്രമേ GST ഏത് GST ആണെന്ന് മനസ്സിലാവുകയുള്ളൂ.
ഓക്കെ, GSTകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ട്, ഞാനിതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ക്യാഷ് ക്രെഡിറ്റ് ആണ് ചെയ്തത്, അക്കൗണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫർണിച്ചറാണ് ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫർണിച്ചർ സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഫർണിച്ചറിലും നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഫർണിച്ചറാണിത്. അപ്പോൾ അതിലും നമ്മൾ GST എനാബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലും നിങ്ങൾ GST അപ്ലിക്കബിൾ ആണ്, അവിടെ അപ്ലിക്കബിൾ കൊടുക്കണം. നെക്സ്റ്റ് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ പർച്ചേസ് ഇത് കൊടുക്കുക, ടാക്സബിൾ പർച്ചേസ് സെലക്ട് ചെയ്യുക, ക്യാപിറ്റൽ ഗുഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഇതിന് ടോട്ടൽ ടാക്സ്, അതായത് 18% ആണെങ്കിൽ ആ 18% കൊടുക്കാം. അപ്പോൾ SGSTയും CGSTയും ഓട്ടോമാറ്റിക് വരും. ഇവിടെ നിങ്ങൾക്ക് ഇത് കാണുന്നില്ല, ഇതിൻ്റെ താഴെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ F12 പഠിച്ചിട്ട് ഷോ അറ്റ് GST ടൈപ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് കാണാം, അതായത് SGSTയും CGSTയും കാണാം. ഓട്ടോമാറ്റിക് വരും, നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അത് കൊടുക്കുക. പിന്നെ ഇവിടെ ഗുഡ്സ് ആണ്. ഓക്കെ, എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഫർണിച്ചറിന് നമ്മൾ GST സെറ്റ് ചെയ്ത് കൊടുത്ത് 18% ആണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ എത്രയാണ് എമൗണ്ട്? 15,000 ആണ് എമൗണ്ട് അടിക്കുന്നു. ഇവിടെ ഇനി നമ്മൾ CGSTയും SGSTയും എൻ്റർ ചെയ്യണം, അതായത് ഇതിന് ടാക്സ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ അത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾക്ക് CGST ക്രിയേറ്റ് ചെയ്യാം, സെൻട്രൽ ടാക്സ്. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് വാങ്ങിക്കുന്നതിന് 2 ടാക്സ് ആണ്, അതായത് ഇത് SGST ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ അണ്ടർ വരിക ടാക്സബിൾ ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഇവിടെ നമ്മൾ ടൈപ്സ് ഓഫ് ടാക്സ് GST സെലക്ട് ചെയ്യുക. പിന്നെ സെൻട്രൽ അല്ല, സ്റ്റേറ്റ് ടാക്സ്. ഇത് SGST ആണ് ക്രിയേറ്റ് ചെയ്തത്, അപ്പോൾ സ്റ്റേറ്റ് ടാക്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ എൻ്റർ അടിക്കുക, സേവ് ചെയ്യുക. അതായത് ഇവിടെ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ 0 റൗണ്ടിങ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ SGST എത്രയാണ്? ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എമൗണ്ട്, നമ്മൾ പർച്ചേസിലാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരും. പക്ഷേ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൺട്രോൾ N അടിച്ചിട്ട് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റർ കിട്ടും. അതിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. കാരണം ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് വൗച്ചറിലോ ജേണലിലോ ഓട്ടോമാറ്റിക്കായിട്ട് GST കാൽക്കുലേറ്റ് ചെയ്ത് വരില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 1350 റിയാലാണ്, രൂപയാണ്. അപ്പോൾ നമ്മൾ 1350 രൂപ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഇത് കേരളത്തിൽ നിന്ന് വാങ്ങിച്ച സാധനം ആയതുകൊണ്ട് CGST SGST 50-50% ആയിട്ടാണ് ടാക്സ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾട്ട് C അടിച്ചിട്ട് വീണ്ടും SGST ക്രിയേറ്റ് ചെയ്യണം, അല്ല CGST. ഓക്കെ, ഇതും GST ആണ്, ഇത് സെൻട്രൽ ടാക്സ് ആണ്. അതിലേക്ക് അതിൻ്റെ അണ്ടർ സെൻട്രൽ ടാക്സ് ടൈപ്പ് സെൻട്രൽ ടാക്സ് കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ, സെയിം എമൗണ്ട് ആണ്, പകുതി 1350 എൻ്റർ അടിക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് വൗച്ചേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് GST ഉള്ള പർച്ചേസ് എക്സ്പെൻസസ്, ഫർണിച്ചറൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്കിത് പർച്ചേസിലും പോസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എളുപ്പമാണ്. അതായത് നമുക്ക് ഈ 9% അല്ലെങ്കിൽ എത്രയാണോ പെർസെൻറ്റേജ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ABC ലെഡ്ജറിൽ പോയാൽ ക്യാഷ് ഒന്നും കാണില്ല, കാരണം ട്രാൻസാക്ഷൻ കാണില്ല. നമ്മൾ ചെയ്തത് ക്യാഷിലാണ്, ഇതിൻ്റെ പാർട്ടി നെയിം മാത്രമാണ് ABC. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പർച്ചേസിലൂടെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങിച്ചത് അല്ലെങ്കിൽ എക്സ്പെൻസസ് എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് F9 അടിച്ച് പർച്ചേസ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പർച്ചേസിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വൗച്ചറിൽ പോസ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് പർച്ചേസിലും ഇത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പാർട്ടി സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ പർച്ചേസ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് നിങ്ങൾ F12 അടിച്ചിട്ട് പർച്ചേസ് F9 അടിച്ചിട്ട് പർച്ചേസിൻ്റെ വൗച്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, F12 പ്രസ് ചെയ്യണം. ഓക്കെ, F12 പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു F12 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ അലൗ എക്സ്പെൻസസ് ആൻഡ് അസറ്റ് എന്നുള്ള ഫസ്റ്റ് എസ് ആക്കി കൊടുക്കണം നിങ്ങൾ. ഓക്കെ, അത് ഞാൻ ഓൾറെഡി എസ് ആക്കിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ എസ് ആക്കി കൊടുക്കുക. ഓക്കെ, 2 F12 പ്രസ് ചെയ്തിട്ട് അലൗ എക്സ്പെൻസസ് ഫിക്സഡ് അസറ്റ് എന്നുള്ളത് എസ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അടിയിൽ, ഓൾട്ട് I, അതുകൂടി എനേബിൾ ആയി കൊടുക്കണം, അക്കൗണ്ടിങ് ഇൻവോയ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേജ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവോയ്സ് നമ്പറും ഡേറ്റൊക്കെ അടിക്കുന്നു, അതായത് നമ്മുടെ പർച്ചേസ് ഇൻവോയ്സിലുണ്ടായിരുന്ന. ഇതിനും നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് സപ്ലയർ നെയിം വേണം. നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിച്ചത്, ഇതിൽ നമുക്കൊരു Z കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ നിന്നാണ് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചത് നോക്കാം. അപ്പോൾ ആ Z കമ്പനിയുടെ പേര് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ഇത് സെയിം എൻട്രി തന്നെയാണ്, ഫർണിച്ചർ വാങ്ങിച്ചതുപോലെ തന്നെയാണ്, ഡെബിറ്റ് കമ്പ്യൂട്ടർ, ക്രെഡിറ്റ് ക്യാഷ്. ഓക്കെ, നമുക്കൊരു Z കമ്പനി എന്നുള്ള അതുകൂടെ അവിടെ മെൻഷൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ Z കമ്പനി എന്നുള്ള ലെഡ്ജർ നമ്മൾ
ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ പോയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. സെഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സെഡ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. ഇതും സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, നമ്മുടെ സപ്ലയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എൻ്റർ അടിക്കുന്നു. ഇവിടെയും നമ്മൾ സെറ്റ് ആൾട്ടർ GST S കൊടുത്തിട്ട് ഇവിടെ കേരളം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം, സംസ്ഥാനത്തിൻ്റെ. ഓക്കെ, സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ റെഗുലർ എൻ്റർ അടിക്കുക, സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെഡ് കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏത് കമ്പനിയിൽ നിന്നാണോ വാങ്ങിച്ചത് ആ ലെഡ്ജർ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അക്കൗണ്ട് പർച്ചേസിൽ പർച്ചേസ് പോവാം. ഓക്കെ, നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു, ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു, ഇൻവോയ്സിൻ്റെ ഡേറ്റ് കൊടുക്കുന്നു. ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പാർട്ടി ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വരും, നേരത്തെ നമ്മളത് എനാബിൾ ചെയ്ത് കൊടുത്തതുകൊണ്ട്. അപ്പോൾ പാർട്ടി എന്താണ്? സെഡ് കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മൾ സെഡ് കമ്പനി ഇവിടെ ഓൾട്ട് M പ്രസ് ചെയ്താൽ ലെഡ്ജർ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെഡ് കമ്പനി സെലക്ട് ചെയ്യുന്നു. ഇവിടെ എന്താണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്? കമ്പ്യൂട്ടർ. ഓക്കെ, ഇവിടെ നമുക്ക് ലെഡ്ജർ പോലെ തന്നെ ഇവിടെ കമ്പ്യൂട്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഓൾട്ട് C അടിച്ച് ക്രിയേറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ അണ്ടർ എന്താണ്? ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ GST അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ്, ക്യാപിറ്റൽ ഗുഡ്സിൽ സെലക്ട് ചെയ്യുന്നു. ഇതിന് നമ്മൾ 18% ഇൻ്റഗ്രേറ്റഡ് ടാക്സ് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്ത് 99 ആയിട്ട് CGST SGST വരും. ഇവിടെ നമ്മൾ ടാക്സ് ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് കാണിക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ 75,000 എമൗണ്ട് എൻ്റർ അടിക്കുന്നു. ഇത് നമ്മൾ ഒരു പേയ്മെൻറ്റ് വൗച്ചർ അടിക്കുന്ന പോലെ തന്നെ നമുക്ക് പർച്ചേസിൽ ഇത് എൻ്റർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ CGST എന്ന് അടിച്ച് ഓട്ടോമാറ്റിക് 9% SGST ഈ ലെഡ്ജറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഓട്ടോമാറ്റിക് നേരത്തെ. അപ്പോൾ 2 എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നു. നമ്മളൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കുറച്ചുകൂടി ഈസി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ റിപ്പോർട്ട് നോക്കാം. ഓക്കെ, ക്യാഷിൽ ഈ എമൗണ്ട് വരും, മറിച്ച് നമ്മളെ സെഡ് കമ്പനീൻ്റെ അക്കൗണ്ടിൽ വരില്ല. നമ്മൾ ഡയറക്റ്റ് ക്യാഷിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്ന രീതികൾ. 2 രീതിയിലാണ് പോസ്റ്റ്. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേ ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ ഓക്കെ GST2 എന്താണെന്ന് നോക്കാം. ഓക്കെ, GST1 അല്ല, GST2 എങ്ങനെയാണ് ഇത് B2B ബിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരിക. ഓക്കെ, ഇവിടെ 3 ബില്ല് നമ്മൾ പക്ഷേ 2 ബില്ലേ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ 3 ബില്ല് വന്നിട്ടുണ്ട്. ഒന്നെന്താണ്? നമ്മളൊരു ഓണർ ഹൗസിൽ നിന്നും ഒരു ഫർണിച്ചർ എടുത്തപ്പോൾ അതും നമ്മൾ ഈ ഫർണിച്ചർ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? GST എനേബിൾ ആക്കിയതുകൊണ്ടാണ് അതുകൂടി അതിൽ വന്നത്. അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ അത് ഫർണിച്ചർ ഫ്രം ഹൗസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് മാറ്റണം. അല്ലെങ്കിൽ ഫർണിച്ചർ ഫ്രം ഓണർ ഹൗസ് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിന് GST അപ്ലിക്കബിൾ അല്ല, കാരണം അതിന് ബില്ലോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അത് വേറെ തന്നെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് അതിൽ വരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 2 ഇൻവോയ്സ് കാണാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുക ഫർണിച്ചറും കമ്പ്യൂട്ടറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു GSTയുടെ പർച്ചേസ് പോസ്റ്റിംഗ് ഫിക്സഡ് അസറ്റ്.